നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഈ സിനിമാ താരങ്ങളടക്കമുള്ളവർ നിർണായകമായ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം BJP നേതാവും സിനിമാ നടനുമായ കൃഷ്ണകുമാർ ഈ വിഷയത്തെ തള്ളി രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ മകൾ പിതാവിന് എതിരായുള്ള അല്ലെങ്കിൽ പിതാവിൻ്റെ നിലപാടുകൾക്ക് എതിരായുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് അഹാന കൃഷ്ണകുമാർ. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. എന്താണ് അഹാന ഈ വിഷയത്തിൽ പറഞ്ഞതെന്ന് നോക്കാം. പരീക്ഷാ ക്രമക്കേടുകളിൽ കടുത്ത നടപടി വേണമെന്നാണ് അഹാന ആവശ്യപ്പെട്ടത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരായ പോലീസ് നടപടിയെ പിന്തുണച്ച് പിതാവ് കൃഷ്ണകുമാർ രംഗത്തെത്തിയതിനു പിന്നാലെയാണ് മകളുടെ പ്രതികരണം ഇത്തരത്തിൽ വന്നത്. തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ കാരണം ഒരു കുട്ടിയുടെ പ്രതീക്ഷകൾ തകർന്നടിയുന്നത് കാണുന്നത് വേദനാജനകമാണ്. ഓരോ പരീക്ഷയ്ക്ക് പിന്നിൽ നമ്മൾ കാണാത്ത ഒരു കഥയുണ്ട്. വർഷങ്ങളുടെ തയ്യാറെടുപ്പ്, ത്യാഗം, കഠിനാധ്വാനം എവിടെയെങ്കിലും എത്തിക്കുമെന്ന ഉറച്ച വിശ്വാസം. ഓരോ വാർത്തയ്ക്ക് പിന്നിൽ സ്വപ്നങ്ങളുള്ള കുറച്ച് ചെറുപ്പക്കാരും അവരുടെ മികച്ചൊരു ഭാവി പ്രതീക്ഷിച്ച് കഴിയുന്ന കുടുംബങ്ങളുമുണ്ട്. വർഷങ്ങളോളം തയ്യാറെടുത്ത് പരീക്ഷയുടെ തലേ ദിവസം അത് റദ്ദാക്കപ്പെട്ടപ്പോൾ തളർന്നുപോയ സുഹൃത്തുക്കളെ എനിക്ക് അടുത്തറിയാം. അത് എത്രമാത്രം വിനാശകരമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവരുടെ പ്ലാനുകളെ മാത്രമല്ല, നീതിയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളെ തന്നെ എങ്ങനെയൊക്കെയാണ് തകർത്ത് കളയുന്നതെന്നും താൻ കണ്ടിട്ടുണ്ടെന്നും അഹാന വ്യക്തമാക്കുന്നു. ഇതെല്ലാവർക്കും ഒരുപോലെയല്ല. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയെ സംബന്ധിച്ച് തിരിച്ചടികൾ കേവലം ഒരു തിരിച്ചടി മാത്രമായിരിക്കാം. എന്നാൽ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയെ സംബന്ധിച്ച് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരേ ഒരു വഴിയാണ് വിദ്യാഭ്യാസം. ആ വിശ്വാസം തകരുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു പരീക്ഷ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ കൂടിയാണെന്നും അഹാന വ്യക്തമാക്കുന്നു. ഇത്തരം വീഴ്ചകൾക്ക് ഉത്തരവാദികളായവർ ആരായാലും ഒരു ഒഴികഴിവുമില്ലാതെ അവർ വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വേണം. സുതാര്യവും നീതിയുക്തവും തങ്ങളുടെ വിശ്വാസത്തിന് അർഹവുമായ ഒരു സംവിധാനം നമ്മുടെ കുട്ടികൾ അർഹിക്കുന്നുണ്ട്. ഒരു കുട്ടിക്കും ഇനി ഇത്തരം ഈ ഭാരം പേറേണ്ടി വരില്ലെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒരിക്കൽ നൽകിയ പ്രതീക്ഷകൾ ഇത്ര എളുപ്പത്തിൽ ഇല്ലാതാകാതിരിക്കുന്ന ഒരു നാളേക്ക് വേണ്ടി എന്നാണ് അഹാന കുറിച്ചത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരായ അടിച്ചമർത്തൽ നടപടിയെ പിന്തുണച്ചാണ് കൃഷ്ണകുമാർ രംഗത്തെത്തിയത്. കശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ പിന്നെയാ ഡൽഹി എന്നെഴുതിയ പോസ്റ്ററായിരുന്നു കൃഷ്ണകുമാർ പങ്കുവച്ചത്. എന്തായാലും ആ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊപ്പമാണ് താൻ എന്ന നിലപാടാണ് മകൾ അഹാന കൃഷ്ണകുമാർ വിളിച്ചോതുന്നത്. കശ്മീരിലെ കല്ലേറ് നിർത്തിയവർക്കാണ് ഡൽഹിയിലെ കല്ലേറ് നിർത്താൻ അറിഞ്ഞുകൂടാത്തത് എന്ന നടൻ്റെ പ്രതികരണം വലിയ രീതിയിലുള്ള വിമർശനം ക്ഷണിച്ചു വരുത്തിയിരുന്നു. ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നതിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും മകളുടെ പ്രതികരണം അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് നിർണായകമായ പ്രതികരണവുമായി ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരുന്നു. എന്താണ് മാധവ് പറഞ്ഞതെന്ന് കൂടി നോക്കാം. ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ രാജ്യത്തിന്റെ ഭാവി തലമുറയ്ക്കുമേൽ ബലപ്രയോഗം നടത്തുകയാണ് എന്നായിരുന്നു മാധവിന്റെ കുറ്റപ്പെടുത്തൽ. പ്രതിപക്ഷ വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കരുവാക്കുകയാണെന്നും മാധവ് ആരോപിച്ചു. തനിക്ക് രാഷ്ട്രീയമൊന്നുമില്ലെന്നും സമരവുമായി ബന്ധപ്പെട്ട് നിഷ്പക്ഷ പ്രതികരണം പ്രതീക്ഷിക്കുന്നവർ നിരാശരാകേണ്ടി വരുമെന്നും മാധവ് വ്യക്തമാക്കി. ഇവിടെ സംഭവിക്കുന്നത് കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ്. ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ രാജ്യത്തിൻ്റെ ഭാവി തലമുറയ്ക്കുമേൽ ബലപ്രയോഗം നടത്തുകയാണ്. ഭരിക്കുന്നവരുമായി ആരോഗ്യകരമായ മത്സരത്തിന് നേതൃത്വം നൽകേണ്ടവർ ജനങ്ങളെ വഞ്ചിച്ച് അവരുടെ അജണ്ട നടപ്പാക്കുകയാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാജ്യത്തെ സാധാരണക്കാരാണ് പരാജയപ്പെടുന്നതെന്നും മാധവ് അഭിപ്രായപ്പെട്ടു. ഇതിനെല്ലാം സമാധാനപരമായ പരിഹാരം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോഴത് അസാധ്യമെന്നാണ് തോന്നുന്നത്. രാജ്യമാണ് എപ്പോഴും വലുതെന്നും നടൻ വ്യക്തമാക്കി. എൻ്റെ ഭാഗത്തു നിന്ന് നിഷ്പക്ഷമായ സെലിബ്രിറ്റി പ്രതികരണമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ സ്വാഭാവികമായി നിരാശരാകും. കണ്ണു തുറന്ന് എന്താണ് നടക്കുന്നതെന്ന് കാണൂ. വിദ്യാർത്ഥികളെ ഒരു വിഭാഗം ആക്രമിക്കുന്നു, മറ്റൊരു വിഭാഗം അവരെ കരുവാക്കുന്നു. രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ശരിക്കും ചിന്തയുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റില്ല. ഓരോ ഇന്ത്യക്കാരനും ഇത് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നായിരുന്നു മാധവിൻ്റെ പ്രതികരണം. അനാവശ്യമായ മോശം സന്ദേശങ്ങൾക്കുള്ള മറുപടി അതേ ഭാഷയിലായിരിക്കും. ഇന്ത്യയോടുള്ള സ്നേഹത്തെക്കാൾ വലുതാണ് BJP ചിലരുടെ വിരോധമെന്ന് അവർ എന്നോട് പറഞ്ഞു. താൻ അപ്പൊളിറ്റിക്കലാണ്. സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറം രാജ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു പാർട്ടി രൂപവൽക്കരിക്കപ്പെടുന്നതുവരെ താൻ അങ്ങനെ തന്നെ തുടരുമെന്നായിരുന്നു മാധവിൻ്റെ പ്രതികരണം. സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരുമായ കൃഷ്ണകുമാറും സുരേഷ് ഗോപിയും ഒക്കെ ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടും അവരുടെ മക്കൾ അതിൽ സ്വീകരിക്കുന്ന നിലപാടും വ്യത്യസ്തമാണ്. അത് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മക്കളെല്ലാം ആ ഒരു വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുകയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ
ഒരു മറവിൽ നിന്നുകൊണ്ട് ആ വിഷയത്തിന് അനുകൂലമായ ഒരു പ്രതികരണം നടത്താൻ നേതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നതും ഇവിടെ വരച്ചു കാട്ടപ്പെടുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടൻ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ, അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അടക്കമുള്ളവർ ഈ ഒരു സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല മറ്റു പ്രമുഖ താരങ്ങൾ ടൊവിനോ തോമസ്, പ്രകാശ് രാജ്, രഞ്ജിനി, ഹരിദാസ് തുടങ്ങി വളരെ ചുരുക്കം സെലിബ്രിറ്റികൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും മാത്രമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ അറിയിച്ചെത്തിയത്. ജനങ്ങൾ ഹീറോകളും ഐഡിയൽസുമായി കണ്ടിരുന്ന പലരും ഇത്ര വലിയൊരു പ്രതിഷേധം നടന്നിട്ടും ഒന്ന് പ്രതികരിക്കാനോ അനീതിയെ ചോദ്യം ചെയ്യാനോ രംഗത്ത് വന്നില്ല. പക്ഷേ ധൈര്യത്തോടെ അതിന് അനുകൂലിച്ച് അല്ലെങ്കിൽ അതിനെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന നിരവധി താരങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ പ്രഷർ മൂലം മനസ്സില്ലാ മനസ്സോടെ ചില പോസ്റ്റുകൾ വിഷയത്തിൽ പങ്കുവയ്ക്കുന്നവരുമുണ്ട് കേട്ടോ ഇക്കൂട്ടത്തിൽ. കഴിഞ്ഞ ദിവസം പേളി മാണി പങ്കുവച്ച ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച കുറിപ്പ്, അവരുടെ പ്രതികരണവും വളരെ രീതിയിൽ വിമർശനത്തിന് വഴിമാറിയിരിക്കുകയാണ്. 10-14 ദിവസമായി എല്ലായിടത്തും ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ചർച്ചാ വിഷയം. എന്നാൽ എല്ലാ വിഷയത്തിലും ആധികാരികമായി പ്രതികരിക്കാറുള്ള പേളി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്ന ചോദ്യം അവരുടെ ആരാധകർ തന്നെ അവരോട് ഉന്നയിക്കുകയുണ്ടായി. ഫോളോവേഴ്സായ പലരും ഇത് ശ്രദ്ധിക്കുകയും പേളിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അവസാനം താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റ് വന്നു. അത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു. സ്വന്തം നിലനിൽപ്പിനെ കുറിച്ച് മാത്രമേ പേളി എല്ലാ കാലത്തും ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പോസ്റ്റ് വന്നതോടെ പ്രതികരണങ്ങൾ, അതായത് കമൻറ്റുകൾ ഡിലീറ്റ് ആക്കപ്പെട്ടു തുടങ്ങി. മാത്രമല്ല അത്തരത്തിൽ കമൻ്റ് ഇട്ട പലരെയും പേളി ബ്ലോക്ക് ചെയ്യുന്നെന്ന ആരോപണവുമായി ചില സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് രംഗത്ത് വരികയും ചെയ്തു. പലരും താരത്തെ നിശ്ചിതമായി വിമർശിച്ചു. അതോടെ വിമർശിച്ചും പരിഹസിച്ചും വന്ന കമൻറ്റുകൾ പേളിയും ടീമും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് നീക്കം ചെയ്തു. ചില കമൻറ്റുകളിൽ പ്രകോപിതയായി വീണ്ടും സ്റ്റോറികൾ ഇൻസ്റ്റഗ്രാമിൽ പേളി പങ്കുവച്ചു. നിരവധി പേരാണ് പേളിയുടെ പ്രവൃത്തിയിൽ അതൃപ്തി അറിയിച്ച താരത്തെ അൺഫോളോ ചെയ്തു പോയത്. പേളിയുടെ കാര്യത്തിൽ വാക്കും പ്രവൃത്തിയും രണ്ടാണെന്നായിരുന്നു പലരുടെയും പ്രതികരണം. സർട്ടിഫൈഡ് ഫേക്ക് ആണെന്നും പേളിയെ ചിലർ വിശേഷിപ്പിക്കേണ്ട. അതേസമയം സ്വന്തം നിലനിൽപ്പ് നോക്കാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ രഞ്ജിനി, ഹരിദാസ് ഒരു വശത്ത്, മറുവശത്ത് പേളി, ഇത്തരത്തിലൊരു സാമ്യം കൂടി ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിലൊരു താരതമ്യവും കൂടി നടക്കുന്നുണ്ട്. എന്തായാലും ഒരു വശത്ത് വിദ്യാർത്ഥി പ്രതിഷേധം വളരെയധികം ശക്തമാകുമ്പോൾ മറുവശത്ത് ഇതിനോട് എന്തുകൊണ്ട് ചിലർ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം, പ്രതികരിക്കുന്നവരെ അനുകൂലിക്കുന്നു, പക്ഷെ പ്രതികരിക്കാത്തവർ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല, സേഫ് ഗെയിം കളിക്കുകയാണോ എന്ന് പല താരങ്ങൾക്ക് നേരെയും ചോദ്യം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതികരണമായിരുന്നു നടൻ മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ, അങ്ങനെ നിരവധി പേർ കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നതിന് തൊട്ട് പിന്നാലെയായിരുന്നു താരങ്ങൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാൻ തയ്യാറായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.